ഹായ് ഹലോ. എല്ലാവർക്കും മനസ്സിൽ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കഴുത്ത് കറുപ്പ് കളറാകുക, മാലയിടുന്നിടം കറുപ്പ് കളറാകുക, കൈമുട്ട്, എസ്പെഷ്യലി കഴുത്ത്. കഴുത്തിൽ റിങ്കിൾസ് വീഴുക. നമുക്ക് കഴുത്ത് മറച്ചിട്ട് നടക്കാനും പറ്റത്തില്ല. നമ്മൾ സാരിയൊക്കെ ഉടുക്കുമ്പോൾ ഉറപ്പായിട്ടും കഴുത്ത് നമ്മൾക്ക് പുറത്ത് കാണും. അങ്ങനെ കഴുത്തിലെ കറുപ്പ് മാറ്റാനായിട്ടുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ കഴുത്തിലെ കറുപ്പ് വരുന്നതിന് കുറേ റീസണുകളുണ്ട്. അത് നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാകാം, ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടാവാം, ഇല്ലെന്നുണ്ടെങ്കിൽ സണ്ണിലോട്ടുള്ള എക്സ്പോഷർ കൊണ്ടാകാം, ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചടിച്ചാകാം. ഇനി ഒന്ന് വന്നിട്ട് ഫ്രിക്ഷൻ കൊണ്ടാവാം. അതായത് മാലയോ എന്തെങ്കിലും ചെയിനോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരഞ്ഞൊരഞ്ഞുള്ള ഫ്രിക്ഷൻ കൊണ്ടുമാകാം. പിന്നെ ഒരു ടൈപ്പ് ഓഫ് സ്കിൻ കണ്ടീഷൻ കൊണ്ടുമാകാം. സോ എന്തുകൊണ്ടാണേലും ഫസ്റ്റ് സ്കിൻ റെമഡീസ് നമ്മൾ നോക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ് ഞാൻ പറയുന്നത്. കാരണം കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ല പ്രയോജനം കിട്ടും. നമ്മൾ ഇന്ന് സ്കിൻ കെയറിലേക്ക് ഈ കഴുത്തിൻ്റെ കറുപ്പ് മാറുന്നതിനും നമ്മളിന്ന് ഈ കഴുത്തിൻ്റെ കറുപ്പ് മാറ്റാനും ഈ റിങ്കിൾസ് മാറ്റാനും അല്ലെങ്കിൽ കഴുത്തിൽ ലൈൻസ് ഒക്കെ ഉണ്ട് അത് മാറ്റാനും കൈമുട്ടിൻ്റെ കറുപ്പ് അല്ലെങ്കിൽ നമ്മുടെ കഷത്തിലുണ്ടാകുന്ന ബ്ലാക്ക് കളർ ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ 3 പ്രോഡക്റ്റുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒന്ന് സിറമാണ്. ഇന്നത്തെ ഈ ഒരു സ്കിൻ കെയർ സിറത്തിനകത്തും ഓയിലിനകത്തും നമ്മളുടെ ആ ഒരു ക്രീമിനകത്തും നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാമ്പു, പിന്നെ തക്കോലം, നിങ്ങൾക്കറിയാമായിരിക്കും. തക്കോലം, കോൺഫ്ലോർ, ജിഞ്ചർ, ഫ്ലാക്സീഡ് ജെൽ, പിന്നെ ഒരു സാധനം ഉപയോഗിക്കുന്നത് ബീ വാക്സ് ആണ്. അത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. കോക്കനട്ട് ഓയിൽ, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോയിൽ എലാബറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഈ ക്ലോവും തക്കോലവും ഒക്കെ നമ്മുടെ സ്കിന്നിലുള്ള ബാക്ടീരിയ ഇല്ലാതാക്കാനും, അതായത് ഈ കറുപ്പ് നിറം നമ്മുടെ സ്കിന്നിൽ വരുന്നത് മേ ബി കുറച്ച് ഹൈജീൻ കുറവായത് കൊണ്ടും കൂടെ ആയിരിക്കാം. ഹൈജീൻ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് വൃത്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ നനഞ്ഞ മുടി നമ്മുടെ കഴുത്തിലോട്ട് എപ്പോഴും ഇട്ട് സൺലൈറ്റ് അടിക്കാതെ ആ സ്കിൻ അങ്ങനെ വെറ്റായി ഈറമായിട്ടുള്ള സ്കിന്നില്ലേ, ആ സ്കിൻ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഹാർഡായിട്ടുള്ളൊരു സ്കിന്നായിട്ട് മാറിയിട്ട് കറുത്ത കളറ് വരാനും സാധ്യത കൂടുതലാണ്. സോ അതിന് ഹൈജീൻ കുറവെന്നൊരു ചെറിയൊരു പേരിൽ നമ്മൾ പറയുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക. മുടിയൊക്കെ മേളിലോട്ട് കെട്ടി വെച്ച് കുറച്ചൊക്കെ സൺലൈറ്റ് പെടാനായിട്ട് ഉള്ള ഒരു ചാൻസ് സ്കിന്നിന് കൊടുക്കണം. അതായത് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾ സ്കിന്നിന് കൊടുക്കണം. തക്കോലവും ക്ലോവും ഫ്ലാക്സീഡ് ജെല്ലും ജിഞ്ചറും എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാനും ബ്ലാക്ക് മാർക്കിനെ കുറയ്ക്കാനും അത് എസ്പെഷ്യലി കഴുത്തിൻ്റെ ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് കളറിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഓയിലും സിറമും ക്രീമും ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അനലറ്റിക്സ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഓഡിയൻസ് 3/4 സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ പരിഗണിക്കണേ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ മലയാളത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് അത് കാണാവുന്നതാണ്. നിറയെ റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴുത്തിലെ കറുപ്പ് മാറാനും കഴുത്തിൻ്റെ ബാക്കിലും പുറയിലും ഒക്കെയുള്ള കറുത്ത കളർ മാറാനും റിങ്കിൾസ് മാറാനും ഒക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് നിറയെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴുത്തിലെയും കൈയിൻ്റെ മടക്കിലും മുട്ടിലും ഉണ്ടാകുന്ന ബ്ലാക്ക് കളർ മാറാനും നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന റിങ്കിൾസ്, വരകൾ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് ക്ലോവ് ആണ്, ഇത് കോൺഫ്ലോർ, ജിഞ്ചർ, ഇത് അനീസ് എന്ന് പറയും. ഇത് ആക്ച്വലി ഗ്രാമ്പു, തക്കോലം, ഇഞ്ചി, ഇത് കോൺഫ്ലോർ, പിന്നെ നമ്മൾ ഗ്ലിസറിനും ഒരു എസൻഷ്യൽ ഓയിലും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കഴുത്തിലെ കറുപ്പ് മാറ്റാനുള്ള ഒരു ഓയിലും ഒരു അപ്ലയൻസുമാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ഒരു സിറമാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്ലോവ് ആണ്. പിന്നെ വേണ്ടത് ഈ തക്കോലമാണ്. ഇതിന് അനീസ് എന്ന് പറയും. ഇത് രണ്ടും കൂടെ നമുക്ക് സിറം ഉണ്ടാക്കാം. സിറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഗ്രാമ്പുവും തക്കോലവും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് ഇതിനെ ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനെ ഹാഫ് ആക്കണം. 2 കപ്പാണ് 1 കപ്പ് ആക്കണം. അതുവരെ ഇത് തിളയ്ക്കണം. 1 കപ്പ് വാട്ടർ
ഞാൻ 1/2 കപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് 2 കപ്സ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ 1 കപ്പ് ആക്കണം. നമുക്കിതിപ്പോൾ ആറാൻ വയ്ക്കാം. നല്ല ചൂടാണ്. ആറിയിട്ട് ബാക്കി നമ്മളുടെ സിറം ഗ്രാമ്പൂവും തക്കോലവും കൂടെയുള്ള സിറം റെഡി ആയിട്ടുണ്ട്, ആറിയിട്ടുണ്ട്. നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇത് സാഫ്രോൺ കലക്കിയ വെള്ളമാണ്. ഈ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. സാഫ്രോൺ തന്നെ വേണം, വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ആ സിറം ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കഴുത്തിലെ പാടും കൈമുട്ടിൻ്റെ പാടും ഒക്കെ കറുത്ത പാടൊക്കെ ഉള്ളിടത്ത്, കഴുത്തിൻ്റെ കറുപ്പ് കളറൊക്കെ ഉള്ളിടത്ത് നന്നായിട്ട് അടിച്ചു കൊടുത്ത് ഇങ്ങനെ തേക്കാം. എന്തുകൊണ്ടാണ് ഞാൻ കഴുത്തിലടിച്ച് കാണിക്കാത്തതെന്ന് ചോദിക്കരുത്. കാരണം ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് 4-5 ടിപ്സാണ് പറയുന്നത്. സോ എല്ലാം കൂടെ എൻ്റെ മുഖത്തടിച്ചു കൊടുത്താൽ അത് സെറ്റാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരുന്നത്. അതുകൊണ്ടും കൂടെയാണ് ചിലതൊക്കെ ഞാൻ കാണിക്കാറുണ്ട്, ചിലതൊക്കെ ഇങ്ങനെയാണ് കാണിക്കാറുള്ളത്. അടുത്തത് നമ്മളൊരു ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഓയിലിലേക്ക് നമുക്ക് വേണ്ടത് ക്ലോവ് ആണ്. ഈ ക്ലോവ് നമുക്ക് ഫസ്റ്റ് പൗഡർ ആക്കാം. ക്ലോവ് ഞാൻ പൗഡർ ആക്കി കൊണ്ടുവരാം. ക്ലോവ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ ക്ലോവ് പൗഡർ ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബീ വാക്സ് ഇടാം. 1 ടേബിൾ സ്പൂൺ ബദാം ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ബീ വാക്സും ആൽമണ്ട് ഓയിലും നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ പൗഡറും കൂടെ നമുക്ക് ഒരു 10 മിനിറ്റ്സ് ഹീറ്റ് ചെയ്യണം. 10 to 15 മിനിറ്റ്സ് ഹീറ്റ് ചെയ്യണം. ഇതിങ്ങനെ തിളച്ച് വരും. അപ്പോഴേക്ക് ഈ ഗ്രാമ്പൂവിൻ്റെ എസൻസ് എല്ലാം ഈ ബീ വാക്സിലോട്ടും ഈ ആൽമണ്ട് ഓയിലിലോട്ടും ഇറങ്ങിയിട്ടുണ്ടാവും. സിമ്മിലിട്ട് ചെയ്യണം. ഈ ഓയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ഒരു 9 ഡ്രോപ്സ്, 9 or 10 ഡ്രോപ്സ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലോട്ട് നമുക്കിതിനെ ഒഴിച്ച് സെക്യൂർ ചെയ്ത് വയ്ക്കാം. നിങ്ങളുടെ കഴുത്തിലേക്ക് ഇതിനകത്തുനിന്ന് ഒരു വേണ്ടത്ര മാത്രം ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ട് എടുത്ത് കഴുത്തിലും കൈമുട്ടിലും എവിടെയൊക്കെയുണ്ടോ ബ്ലാക്ക് കളർ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. റിങ്കിൾസിലും അപ്ലൈ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലിങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്യണം. നല്ല സ്മെല്ലുള്ള ഒരു ഓയിലാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാനൊന്നും നിൽക്കണ്ട. അത് കഴുത്തിലും കൈമുട്ടിലും ഒക്കെ ഇരുന്നോട്ടെ. കയ്യിലൊക്കെ നിങ്ങളുടെ കൈമുട്ടിലൊക്കെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജാണ് മെയിനായിട്ട്. കഴുത്തിൽ കൈമുട്ടിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മസാജ് ചെയ്യുക. കൈയിൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ മസാജ് ചെയ്യുക. റിങ്കിൾസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തേച്ച് മസാജ് ചെയ്യുക.
ഡെയിലി ഉറങ്ങുന്നതിന് മുന്നേ മസാജ് ചെയ്ത് വെച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് ഫേസ് വാഷ് വെച്ചോ നാച്ചുറൽ ഫേസ് വാഷ് വെച്ചോ അല്ലെങ്കിൽ ടോക്സിൻ ഫ്രീ ഫേസ് വാഷ് വെച്ചോ ഒക്കെ വാഷ് ചെയ്യാം. എന്നിട്ട് മോയ്സ്ചറൈസർ ഇടുക. അടുത്തത് നമ്മൾ കഴുത്തിലെയും കൈമുട്ടിലെയും നമ്മുടെ ഫേസിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിൽ, കഴുത്താണ് മെയിനായിട്ട് നിറയെ പേർക്കും ബ്ലാക്ക് ആകുന്ന, മാലയിടുന്ന ഭാഗം അല്ലെങ്കിൽ അതൊക്കെ മേ ബി ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും കൂടെ ആകാം കേട്ടോ. സോ നമുക്ക് വേണ്ടത് ഒരു ജിഞ്ചറിൻ്റെ ഒരു പീസാണ്. ജിഞ്ചർ പുകയത്തില്ലേ എരിയത്തില്ലേ എന്നൊക്കെ ഓർക്കും, പക്ഷേ അങ്ങനൊന്നും ഇല്ല. നമുക്ക് ജിഞ്ചർ പീൽ ചെയ്തെടുക്കാം. സ്കിന്ന് റിമൂവ് ചെയ്യണേ. ജിഞ്ചർ ഞാൻ തോല് കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇഞ്ചി അരച്ച് ഞാൻ ജ്യൂസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. Can mix it well. ഇത് ഫ്ലാക്സ് സീഡ് ജെല്ലാണ്. ഫ്ലാക്സ് സീഡ് ജെൽ എടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് ചേർക്കാം. ഒരു വലിയ ടീസ്പൂൺ. അത് ഫ്ലാക്സ് സീഡാണ് ആ കാണുന്നത്. എടുത്ത് മാറ്റണമെന്നൊന്നുമില്ല, നമ്മളിപ്പോൾ സെയിലിനൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ. സോ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ്സ് നമുക്ക് ഹീറ്റ് ചെയ്യണം. നമുക്ക് ഈ മിക്സ് ഒരു 5 മിനിറ്റ്സ് ചൂടാക്കാം. നമ്മുടെ ജിഞ്ചർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. കഴുത്തിലെ കറുപ്പിനും, മാലയൊക്കെ ഇട്ടിട്ട് കറുപ്പ് വരിക, അല്ലെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കഴുത്തിൽ ലൈൻ വീഴുക. ആക്ച്വലി എനിക്കുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ലൈനൊക്കെ പോയി. ഞാൻ പക്ഷേ ഒരു ദിവസം പോലും നിർത്താതെ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. നിർത്താതെ ഒരു എഫേർട്ട് എടുത്താൽ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ജിഞ്ചർ ക്രീം. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ടെക്സ്ചറാണ്. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ കഴുത്തിലിടാം. വാഷ് ചെയ്ത് കളയേണ്ട. ഇത് ക്രീമാണ്. സോ വളരെ ലൈറ്റായിട്ടുള്ള ക്രീമാണ്. സോ അങ്ങനെ നിങ്ങളുടെ കഴുത്തിൽ അങ്ങനെ ഇരുന്നോളും. സോ നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. കഴുത്തിലും നിങ്ങളുടെ ഈ കൈമുട്ടുകളും വിരലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് വരത്തില്ലേ, വിരലിൻ്റെ അവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ആകുന്ന ആക്ച്വലി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും കൈയൊക്കെ ചിലർക്ക് ബ്ലാക്ക് ആകും. അങ്ങനെ അല്ലാതെ തന്നെ നിറയെ പേർക്കും കഴുത്തൊക്കെ ബ്ലാക്ക് ആകും. സോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കഴുത്തിലെ റിങ്കിൾസിനും കയ്യിലെ റിങ്കിൾസിനും ഫേസിലെ റിങ്കിൾസിനും ഒക്കെ യൂസ് ചെയ്യാം. ഇത് ജിഞ്ചർ അല്ലേ എരിയുമോ എന്ന് ചോദിച്ചാൽ ഒട്ടും എരിയത്തില്ല. ഇപ്പം നമ്മൾ കണ്ട ഈ സിറം, ഈ ഓയിൽ, ഈ ഒരു ക്രീം എല്ലാം തന്നെ റെഗുലറായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെയും ഈവനിങ്ങും, അതായത് നൈറ്റും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. സ്കിന്നിൽ ഉപയോഗിക്കുന്നതിന് മുന്നേയും ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരു പാച്ച് ടെസ്റ്റ് എന്ത് നാച്ചുറൽ റെമഡി ആണെങ്കിലും നിങ്ങൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും.
നമ്മളിപ്പോൾ ഈ കണ്ട സിറം നമ്മൾ ഗ്രാമ്പൂവും തക്കോലവും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് കുറച്ച് സാഫ്രോൺ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലതാണ് സ്കിൻ വൈറ്റനിങ്ങിനുമൊക്കെ. സ്കിൻ വൈറ്റനിങ് ക്രീമൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാതിരിക്കുക. കഴുത്തിലൊക്കെ എസ്പെഷ്യലി സ്കിൻ വൈറ്റനിങ് ക്രീമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡെഡ് സെൽസ്, അതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് നിറയെ ലെയറായിട്ട് ഫോമായി പിന്നെ അത് കെമിക്കൽ പീലിംഗ് ഒക്കെ ചെയ്യാതെ പോകാത്ത ഒരവസ്ഥയിലോട്ടാകും. അതുകൊണ്ട് മാക്സിമം കെമിക്കൽസ് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തുള്ള ഹോം റെമഡീസ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബെറ്റർ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അതാണ് ഏറ്റവും അഡ്വൈസബിൾ. ഓക്കെ, അത് അല്ലാതെ നമ്മൾ വീട്ടിൽ കെയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ ഏജ് ആകുന്നിടം വരെ നമുക്ക് നല്ല ഒരു സ്കിന്ന്, നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ, നമുക്ക് തന്നെ സന്തോഷമുള്ള ഐശ്വര്യമുള്ള ഒരു മുഖം കിട്ടും. ഇല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ നാട്ടുകാർ തന്നെ നമ്മളോട് പറയും, അയ്യോ കറുത്തു പോയല്ലോ, കഴുത്ത് കറുത്തിരിക്കുന്നല്ലോ, കണ്ണിന് ചുറ്റിനും എന്താ പാട്, മുഖത്ത് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ കെയർ ചെയ്യാത്തവരാണെങ്കിൽ പ്രശ്നമില്ല. കെയർ ചെയ്യുന്ന എന്താണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊക്കെ ഇങ്ങനെ കിടക്കും. സോ അങ്ങനെയൊന്നും ആരും ചോദിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കണ്ട. നമുക്ക് തന്നെ നമ്മുടെ സ്കിൻ കെയർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴും തുടങ്ങിയിട്ടില്ലെങ്കിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തോളൂ. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പം മുതലാണ് നിങ്ങളുടെ ബ്യൂട്ടി കെയർ തുടങ്ങുക. ഞാൻ ലേറ്റ് ആയല്ലോ ഇത് തുടങ്ങാനായിട്ട് എന്നോർത്ത് വറി ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഓക്കെ, ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്ത് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനും മേളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിക്കാൻ ഒട്ടും മടിക്കണ്ട. എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ തന്നെ ചെയ്യുക. എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.